ഒരു ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ള റോസ്റ്റിൽ നിന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ്. ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ടത്. അതിനുശേഷം സവോള, പച്ചമുളക്, ഒരു പച്ചമുളകാണുള്ളത്, തക്കാളി, പിന്നെ അതിനുശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മസാലകളിൽ നമ്മുടെ കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. പിന്നെ പ്ലസ് നമുക്ക് കൊറിയാണ്ടർ ലീവ്സ് വേണം, സൺഫ്ലവർ ഓയിൽ, ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടുതൽ എണ്ണയുടെ ആവശ്യം നമുക്കില്ല. ടേസ്റ്റ് കാണും. എന്തിനാണ് വെറുതെ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത്? ഓക്കെ, ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ കടുകും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഗ്രീൻ ചില്ലി ഇട്ടാൽ മതി. നല്ലത് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം പ്ലീസ്. എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കണേ. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെപ്പോഴും ഇപ്പോൾ സവോളയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഗ്രീൻ ചില്ലി ഇടുന്നതെങ്കിൽ ആ ടേസ്റ്റും ഗ്രീൻ ചില്ലി നമ്മുടെ ഈ എണ്ണയിൽ കിടന്ന് മൂക്കുന്ന ആ ഒരു ടേസ്റ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനിങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ അധികം കനം കുറച്ചൊന്നും അരിഞ്ഞിരിക്കുന്ന സവാളയിൽ ജസ്റ്റ് അത്യാവശ്യം കനത്തോട് കൂടി അരിഞ്ഞിരിക്കുന്ന സവാളയാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഫ്ലെയിം മാക്സിമം ആയിരുന്നു. ഇപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴന്ന് വരാനുള്ള സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സവാള വഴലണം എന്നില്ല, ജസ്റ്റ് അതൊന്ന് വാടി വരുന്ന ആ ഒരു ഇതിൽ മതി നമുക്ക് ഈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു, അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്നും തന്നെ നന്നായിട്ട് സോട്ട് ചെയ്ത് മെൽറ്റായി പോകേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ ആവശ്യത്തിനുള്ള സോൾട്ട്, സവാള ഇത് വഴലാനുള്ളതല്ല, നമ്മുടെ സവോളയ്ക്കും ടൊമാറ്റോനും ആവശ്യത്തിനുള്ള സോൾട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ആഡ് ചെയ്ത് മസാലയും കൂടി ഇടുകയാണ്. ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മുടെ റോസ്റ്റ് റെഡിയാണ്. കാര്യം ചിക്കൻ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അടികൂട്ടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. കാര്യം ഇതിലിപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ടൊമാറ്റോയിലുള്ള വെള്ളം കൂടി ഇറങ്ങി വന്ന് അടിയിൽ പിടിക്കാതെ കിട്ടും. പക്ഷേ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഈ മസാലാസ് എല്ലാം ഒന്ന് നന്നായിട്ട് കുറുകി നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു സെമി ഗ്രേവി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത, എന്നാൽ അത്യാവശ്യം കുറുകിയ ടൈപ്പിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഷ്രെഡ് ചെയ്തതാണേ. ചിക്കനും കൂടി ഇട്ട് കുരുമുളക് ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ ആവശ്യത്തിന് എരിവ് അതിലുണ്ട്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിലുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടേതായ പാകത്തിന്, എരിവ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ നമ്മുടെ ഗ്രീൻ ചില്ലിയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം കുറച്ചും കൂടെ നമ്മൾ കറിവേപ്പില ഇട്ടു, നന്നായിട്ട് ഇളക്കി. അതിനുശേഷം അതിനെ ഒന്ന് കൂട്ടി വെക്കാതെ കാര്യം നമുക്ക് അധികം വെള്ളം വേണ്ടല്ലോ, അതൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് സോൾട്ട് നോക്കി കുറവായിരുന്നത് കൊണ്ട് ആവശ്യത്തിന് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണേ. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് അതിനുശേഷം നമ്മുടെ മല്ലിയില ഇട്ടിട്ട് ഉടനെ ഞാൻ ഇളക്കുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പാത്രം ഒന്ന് നമ്മൾ അടച്ച് വെക്കുകയാണ്. നമ്മുടെ ചീൻചട്ടി ഒന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ, ഫ്ലെയിം ലോ ആയിരുന്നു, ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യത്തിനുള്ള വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോകും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് കരിഞ്ഞു പോകുന്നു. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു ഐഡിയ വെച്ച് വേണം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ കേട്ടോ. അതിനുശേഷം അടപ്പ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പം കണ്ടോ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡിയായി
നല്ലതായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എനിക്കൊരു മസാല ദോശ മീൻസ് ഈ ചിക്കൻ ഫില്ല് ചെയ്തൊരു ദോശയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണം, ചോറ് കഴിക്കുന്ന ടൈമായി. ഇത് ആക്ച്വലി ഈവനിങ്ങിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ചോറ്, പിന്നെ കുറച്ച് സാമ്പാർ എടുത്തു, പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള മിക്സഡ് തോരൻ, പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മാംഗോ പിക്കിളും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.